രാജ്യത്തെ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. ഏത് ഭരണാധികാരി വന്നാലും അങ്ങനെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി അവിടെയുള്ളവരെ ആശ്വസിപ്പിക്കുന്നു, ആ പ്രദേശം നടന്ന് കാണുന്നു, അവിടുത്തെ സ്ഥിതി വിലയിരുത്തുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തെ, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം വന്ന് കാണുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. എന്തൊക്കെയാണ് ആ പ്രതീക്ഷകൾ? ഇപ്പോൾ നമ്മുടെ എത്രയൊക്കെ പ്രതീക്ഷയായി, പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നമ്മുടെ കേരളം കണ്ടാൽ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി അത് നേരിട്ട് കാണുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം പ്രധാനമന്ത്രി വരിക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ദുരന്തം തന്നെയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അത് നേരിട്ട് കാണുക എന്നുള്ളതാണ്. സാധാരണ ഒരു ഭരണാധികാരി, പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ, ഇപ്പം ജോൺ പറഞ്ഞതുപോലെ അത് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. എന്തായാലും കേരളം വളരെയധികം പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയിൽ. കാരണം അദ്ദേഹം വരുന്നത് വെറുതെ വരില്ല, അദ്ദേഹം വന്നിട്ട് പോകുന്നത് വെറുതെ ആകില്ല എന്നുള്ള പൊതുവിൽ മറ്റു പലരും വന്നിട്ട് പോകുന്നത് പോലെയല്ല പ്രധാനമന്ത്രി മോദി വരുന്നത് എന്നുള്ള ഒരു വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇതിന് ഏറ്റവും അധികം പ്രാധാന്യം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം വളരെ പ്രാധാന്യം വന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അദ്ദേഹം രാവിലെ വരുന്നു. വന്നിട്ട് ആദ്യം അദ്ദേഹം വിമാനത്തിൽ അല്ല ഹെലികോപ്റ്ററിൽ തന്നെ, വിമാനത്തിൽ വന്നിട്ട് അവിടെ നിന്ന് കൽപ്പറ്റയിൽ വരുന്നു. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പോകുന്നു. ഹെലികോപ്റ്ററിൽ ചെന്നിട്ട് ഈ ദുരന്തബാധിത പ്രദേശങ്ങളുടെ മുഴുവനും ഒരു വ്യാമ ദൃശ്യങ്ങളെല്ലാം അദ്ദേഹം അതിലിരുന്നുകൊണ്ട് കാണുന്നുണ്ട്. കണ്ടിട്ട് തിരിച്ചു വീണ്ടും കൽപ്പറ്റയിൽ വന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ വീണ്ടും ആ നേരത്തെ കണ്ട സ്ഥലങ്ങളിലേക്ക് തന്നെ, ചൂരൽ മലയിലേക്ക് തന്നെയാണ് വീണ്ടും അദ്ദേഹം പോയത്. റോഡ് മാർഗം പോയി എന്നുള്ളത്, നമ്മുടെ ഈ കാട് റോഡിൽ കൂടിയുള്ള റോഡ് മാർഗം പോയി അവിടെ എല്ലാം ഭംഗിയായിട്ട് കാണുകയും അവിടെ ചെന്ന ആൾക്കാരെ കാണുകയും അവിടെ എല്ലാം വിശദമായിട്ട് അദ്ദേഹം നടന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിൽ പോയി കയറി അവിടെ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അഭിനന്ദിച്ചു. അങ്ങനെ ഒരു നല്ല ഒരു ചലനം. കാരണം സാധാരണ എവിടെയെങ്കിലും ഒരിടത്ത് മാറി നിന്നുകൊണ്ട് എല്ലാം കേട്ട് അറിയുന്ന ഒരു രീതിയല്ല പ്രധാനമന്ത്രി നമ്മളെ ഈ സന്ദർശനത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം നടന്നു, ഈ ദുരന്ത പ്രദേശങ്ങൾ പലയിടത്തും നടന്നു. പലർക്കും നടന്നെത്താൻ കഴിയാത്ത സ്ഥലത്തെല്ലാം അദ്ദേഹം നടന്നു കയറി, വീടിനടുത്തൊക്കെ പോയി എല്ലാം കണ്ട് ഈ പാലത്തിൽ കയറുന്നു. എല്ലായിടും നടന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ഇതെല്ലാം വിലയിരുത്തുന്നത്. കൂടെ ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടർ, അവിടുത്തെ മേഘശ്രീ എന്ന് പറഞ്ഞ ജില്ലാ കളക്ടറും, അതുപോലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും, അതുപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ചീഫ് സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഇടയിലുള്ള ഒരു ചർച്ച, അദ്ദേഹം എല്ലായിടവും വരാൻ പറ്റുമോ, കാരണം സമയം കൂടുതലെടുക്കുന്നു. കാരണം നേരത്തെ കാരണം പ്രധാനമന്ത്രിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ഷെഡ്യൂളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പോകുമ്പോൾ ഇദ്ദേഹം കൂടുതൽ സ്ഥലത്ത് പോവുകയും കൂടുതൽ സമയം കാണുകയും ചെയ്യുമ്പോൾ അവസാനം കളക്ടറേറ്റിൽ ഒരു യോഗം നടക്കുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ചർച്ചകൾ ഇതിനിടയ്ക്ക് തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സെൻറ്റ് തോമസോ അങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകുന്നു. അവിടെ പോയിട്ട് കൃത്യമായിട്ടും അവിടെ ചികിത്സയിൽ കഴിയുന്ന 4 പേരെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 4 പേരെയല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം അവിടെ ഏകദേശം 9-ലധികം പേരെ, 7-9 പേരെ അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അവരെ കണ്ടു. അത് പ്രധാനപ്പെട്ട ആരൊക്കെയാണെന്ന് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ ചാനലിൽ കണ്ടതാണ്. അരുണെന്നും അനിൽ, അതുപോലെ അവന്തിക, അതുപോലെ ഒറീസ എന്നുള്ള ഒരു ഡോക്ടർ, ഇവരെല്ലാം കണ്ടു. ഈ അരുണെന്നൊക്കെ പറയുന്നത് ഈ മണ്ണിന്റെ അടിയിലായിപ്പോയ ആളാണ്. അല്ലാതെ നമ്മളെ കാരണം ആർക്കും അങ്ങോട്ട് പോയി അടുക്കാനും ഒക്കുന്നില്ല. കഴുത്തറ്റം ചെളിയിൽ നിന്നിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. എന്നിട്ട് കഴുത്തറ്റം ചെടി നിൽക്കുമ്പോൾ വെറും ഒരു മണൽ പൊതിഞ്ഞ് നിൽക്കും പോലെയല്ല, വളരെ ശക്തമായിട്ട് അടിയിൽ കൂടെ മണ്ണ് ഒഴുകി ഒന്ന് ശരീരം അടിച്ച് മാറ്റണം. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ മണ്ണ് അടിയിൽ കൂടി ഇങ്ങനെ ഇടിച്ചു കയറുന്നതുകൊണ്ടാണ് നട്ടല് പൊട്ടിപ്പോയത്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഉറച്ച മണ്ണിൽ, കഴുത്തട്ടുള്ള മണ്ണിൽ നിന്നിട്ട് പോലും നട്ടല് പൊട്ടിപ്പോകാൻ കാരണം അടിച്ചുള്ള വെള്ളം കയറുന്നുണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ടു, സംസാരിച്ചു, അവരോടെല്ലാം കാര്യങ്ങൾ ചോദിച്ചു. അതുപോലെ ക്യാമ്പിൽ പോയി, ഈ ആശുപത്രി പോകുന്നതിന് മുമ്പേ ക്യാമ്പിൽ പോയി.
ക്യാമ്പിൽ പോയിട്ട് ക്യാമ്പിൽ ചെന്നിട്ടും വളരെ കുറച്ച് പേരെ 6-7 പേരെ കാണുകയുള്ളൂ എന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നെ 12ഓളം പേരെ അവിടെ കണ്ടു. അവരുടെ എല്ലാം കാര്യങ്ങൾ ചോദിച്ചു. അതിൽ കണ്ട ഒരു ആൾ ചാനലിൽ വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക്, പ്രധാനമന്ത്രി വളരെ പറഞ്ഞ എല്ലാം കാര്യങ്ങളെല്ലാം കേട്ടു, മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അതുകൊണ്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഞങ്ങളുടെ തോളിൽ പിടിച്ച് തോളിൽ തട്ടി വളരെ സമാധാനത്തോടെ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിൽ സങ്കടം അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണാമായിരുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രധാനമന്ത്രി ഞങ്ങളെ കൈവിടില്ല എന്നുള്ള വിശ്വാസമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ സന്ദർശനം വളരെ ഒരു പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് പൊതുവിൽ നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും അവിടെ നിന്ന് അദ്ദേഹം നേരെ വീണ്ടും ഈ കളക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കളക്ടറേറ്റിൽ യോഗം കൂടാനുള്ള സന്നാഹങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഇനി കളക്ടറേറ്റിൽ യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവും. അവിടെ ഈ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ണിൽ കണ്ട ദുരന്തത്തിൻ്റെ ആ ഒരു നേർസാക്ഷ്യങ്ങളുടെ ഒരു വിശദീകരണം, ഒരു പ്രസൻറ്റേഷൻ ഈ കളക്ടറേറ്റ് യോഗത്തിലും ഉണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടിരിക്കുന്നു എല്ലാം, അദ്ദേഹം നേർസാക്ഷ്യമായിട്ട് തന്നെ അദ്ദേഹം കണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പിന്നെ പരിച്ഛേദമായിട്ട് അവിടെ ഈ പറയുന്ന പ്രസൻറ്റേഷനും കൂടെ വരുമ്പോൾ ഒരു 1200 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗവൺമെൻറ് വിലയിരുത്തൽ പറയുന്നത്. എനിക്ക് ഇന്നലെ അവർ മന്ത്രിസഭാ ഉപസമിതിയെ കൂടിയിട്ട് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി അറിയിക്കാനും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പിന്നെ 4800ഓളം പിന്നെ ആൾക്കാർ മരിക്കുകയും കാണാതെയും ചെയ്യുന്നതാണ്, ദുരന്തം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ കണക്ക് വരുന്നത്. അതിൻ്റെ കണക്ക് പിന്നെ എനിക്ക് തോന്നുന്നൊരു 250 അല്ല 200-300ഓളം വീട് അതിൻ്റെ ഒരു ഉദ്ദേശ കണക്കുണ്ട്. അതേ 1700ഓളം വീടുകൾ 1800 അടുപ്പിച്ചുള്ള വീടുകൾ പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്ര വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ ഈ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതും കൂടെ കേട്ടിട്ട് പ്രധാനമന്ത്രി എന്ത് പറയും എന്നുള്ളതാണ്. അത് ഒരുപക്ഷേ പ്രധാനമന്ത്രി അവിടെ വെച്ച് പറയുമോ, അതോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം കുറച്ചും കൂടെ പഠിച്ചിട്ട് ഈ നേരിട്ട് കണ്ടതും കൂടെ വെച്ചിട്ട് പിന്നെ ഡൽഹിയിൽ ചെന്നിട്ടാണോ ഈ നമ്മുടെ ദുരന്ത സഹായം എങ്ങനെയൊക്കെ വേണം, ഏത് രീതിയിൽ വേണം അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇതായാലും കളക്ടറേറ്റിലെ യോഗം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കളക്ടർ യോഗം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിന് കൂടുതൽ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കുന്നത്, ഇതിനകത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന LS എന്നോ അങ്ങനെ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ, അതെ L3 എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഈ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദുരന്ത കേന്ദ്രമായിട്ട് നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ വളരെ ഗുരുതരമായ ദുരന്തമാണെങ്കിൽ പോലും വലിയ ദേശീയ ദുരന്തമായിട്ട് മാറാൻ സാധ്യതയില്ല. അപ്പം L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തരത്തിലുള്ള ദുരന്ത കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം കേന്ദ്രമെന്നാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഈ ദുരന്ത സഹായങ്ങൾ നേടാനും വാങ്ങാനും കഴിയും. അതിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. കാരണം L3യിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിദേശത്ത് നിന്നുള്ള പണവും കൂടെ വാങ്ങാനുള്ള നമുക്ക് ഒരു അനുവാദം കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ മുന്നിൽ ഇതുവരെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം കേരളം പ്രതീക്ഷിക്കുന്നതും കേരളം ആഗ്രഹിക്കുന്നതും കേരളം പ്രധാനമന്ത്രി മുന്നിൽ വയ്ക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രധാനം, ഞാൻ ഇപ്പം യൂട്യൂബിൽ ഈ ചാനലിലുള്ള ലൈവുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും കുറേ കമൻറ്റുകൾ വരുമല്ലോ. ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെയത്തുള്ള കമൻറ്റ് നമുക്ക് ഇങ്ങനെ നീക്കി നോക്കിക്കൊണ്ടിരിക്കാം. ആ കമൻറ്റുകളിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും പ്രധാനമന്ത്രി സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് കൊടുത്താൽ, ഈ പറയുന്ന വിദേശ സഹായം ഉൾപ്പെടെയുള്ള വാങ്ങാനുള്ള അനുവാദം കൊടുത്താൽ ഈ ഗവൺമെൻറ് എങ്ങനെ ഉപയോഗിക്കും, ദുരുപയോഗം ചെയ്യുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സാധാരണ എല്ലാവരും നമ്മളെ സാധാരണ ആൾക്കാരാണല്ലോ, എല്ലാവരും പിന്നെ പലതരത്തിൽ ചിന്തിക്കുന്നത്. കാരണം മുൻപ് ഈ ഗവൺമെൻറ് വിദേശ സഹായം തേടിയപ്പോൾ വിദേശ സഹായം നമ്മുടെ ലൈഫ് മിഷൻ്റെ വീടിന് വേണ്ടി വിദേശ സഹായം കിട്ടിയപ്പോൾ അത് വലിയൊരു വിവാദമായതും അത് വലിയ കോടികളുടെ
അഴിമതി നടന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് ആകെ വിദേശത്ത് നിന്ന് കിട്ടിയ ഈ അടുത്ത കാലത്ത് വിദേശത്തിൻ്റെ അനുവാദം കിട്ടി. അതുകൊണ്ടാണ് കഴിഞ്ഞ 2018 പ്രളയത്തിൽ വിദേശ സഹായം വാങ്ങാൻ കേന്ദ്രം അനുവാദം കൊടുക്കാതിരുന്നത്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇപ്പോഴും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ചർച്ചകളും അങ്ങനെയൊക്കെ ഈ കമൻറ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ആൾക്കാരുടെ മനസ്സിനകത്തുള്ള സംശയങ്ങളാണ്. നമ്മളവരെ മോശമായി പറയേണ്ട കാര്യമല്ല. കാരണം ഗവൺമെൻറ്റിന് ഇത്രയും കാശ് വരുമ്പോൾ എന്താണ് മാത്രമല്ല ഇതുവരെയുള്ള തുകകൾ ഇപ്പം പിന്നെ മുമ്പ് 2018 പിന്നെ പ്രളയത്തിൽ സംഭവിച്ചത്, പുത്തുമലയിലെ പ്രളയത്തിൽ സംഭവിച്ചത്, അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പുത്തുമല പ്രളയം കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഈ ചൂരൽമലയിൽ വന്നപ്പോഴും ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ പുത്തുമലയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയും ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനം പോലും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ നടക്കും? ഇങ്ങനെയുള്ള സംശയങ്ങൾ പൊതുവിൽ ജനങ്ങളുടെ ഇരുന്ന് വരുന്നുണ്ട്. എങ്കിൽ പോലും അത് കേന്ദ്രം അതനുസരിച്ച് മാത്രമേ ആണല്ലോ തുക കൊടുക്കുന്നത്. ആ തരത്തിൽ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിന് വലിയൊരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്.